നമസ്കാരം. 90കളുടെ തുടക്കത്തിൽ ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പിയെന്ന നിലയിലാകും ലോകം മൻമോഹൻ സിംഗിനെ ഓർക്കുക. എന്നാൽ 10 വർഷം തുടർച്ചയായി ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി എന്ന നിലയിൽ അക്കാലത്തെ മാധ്യമങ്ങളെക്കാൾ ചരിത്രം തന്നോട് ദയവ് കാട്ടുമെന്ന് പറഞ്ഞ് സ്ഥാനമൊഴിഞ്ഞ മൻമോഹനെയും ലോകം കണ്ടിരുന്നു. ധിഷണാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നതിനപ്പുറം എന്തായിരുന്നു ഇന്ത്യക്ക് മൻമോഹൻ സിംഗ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി മാധ്യമപ്രവർത്തകയും ലിസ് മാത്യു, ഇടത് സഹയാത്രികൻ എൻ ലാൽകുമാർ, വലത് നിരീക്ഷകരായ ഷാബു പ്രസാദ്, രാഹുൽ ഈശ്വർ എന്നിവർ. ആദ്യം ലിസ് മാത്യുവിലേക്ക്. ലിസ്, 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു പ്രധാനമന്ത്രി ഒരുതരം വിലാപത്തോടെയാണ് പടിയിറങ്ങിപ്പോയത്. അതിനിടയാക്കിയ പ്രക്ഷോഭങ്ങൾ, ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ, അതെല്ലാം നാം വളരെ അടുത്ത് തന്നെ കണ്ടതാണ്. യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗിനോട് രാജ്യം ദയവ് കാട്ടിയോ? അദ്ദേഹം തന്നെ പലപ്പോഴും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അദ്ദേഹത്തിന് ജാനുവരി 2014 നടത്തിയ പത്രസമ്മേളനത്തിനാണ് അദ്ദേഹം പരസ്യമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത്രയേറെ ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു സർക്കാർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നല്ലത് തന്നെ ചെയ്തു, എന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടുകക്ഷി സർക്കാരിൽ നിന്ന് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു, അതെല്ലാം വളരെ രാജ്യത്തിന് വേണ്ട രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ എടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ള മീഡിയയും മറ്റുള്ളവരും ഓപ്പോസിഷൻ പാർട്ടികളോ എന്നോട് നീതി പുലർത്തുന്നില്ല, പക്ഷെ ഹിസ്റ്ററി വിൽ ബി ഡൂയിങ് ജസ്റ്റിസ് ടു മീ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് അദ്ദേഹം അന്ന് മാത്രമല്ല, ഞാൻ ഓർക്കുന്നു, അദ്ദേഹം അതിന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെ പഞ്ചവടിയിൽ നടന്ന ഒരു ബുക്ക് റിലീസ് വെച്ച ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇത്രയേറെ ആരോപണങ്ങളും ഇത്രയേറെ ഇതും ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നോക്ക്, ഒരു ലിസ്റ്റ് തന്നെ തന്നു അദ്ദേഹം. GDP ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത്, പിന്നെ ഇന്ത്യയുടെ പല രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്തൽ, ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ എന്റെ ലൈഫ് ടൈമിൽ എനിക്കിതിന് വേണ്ട അപ്രീസിയേഷൻ കിട്ടില്ലായിരിക്കാം, പക്ഷെ നിന്റെ ലൈഫ് ടൈമിൽ, എന്നോട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ലൈഫ് ടൈമിൽ അത് നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന ഒരു സമയം വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം എപ്പോഴും അങ്ങനെ ഒരു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റിയും അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റിയുമാണ്. ഒരിക്കലും ഒരു കൺഫ്രണ്ടേഷൻ, ഒരു അപ്രോച്ച് സ്വീകരിക്കാതെ വളരെ സൗമ്യമായി എല്ലാവരോടും പെരുമാറുന്ന അദ്ദേഹം. നമുക്കറിയാം, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ വെച്ച് അദ്ദേഹത്തെ വളരെ വളരെ ശക്തമായി അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അതിനു മുമ്പ് LK അഡ്വാനിയും ഇല്ലെജിറ്റിമേറ്റ് സർക്കാർ ആണെന്ന് പോലും പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു വീക്കസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരം എല്ലാ ആരോപണങ്ങൾക്ക് മുമ്പിലും അദ്ദേഹം വളരെ സൗമ്യനായി ആണ് അതിനെ ഫേസ് ചെയ്തത്. അതേസമയം അദ്ദേഹത്തിന് കൺവിക്ഷൻ ഉള്ള, അദ്ദേഹത്തിന് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഡോക്ടർ സിംഗിന്റെ പല സ്റ്റെപ്പുകളും നമ്മൾ കണ്ടതാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ US ന്യൂക്ലിയർ ഡീല്. ആ ന്യൂക്ലിയർ ഡീല് വന്നപ്പോൾ ലെഫ്റ്റ് പാർട്ടികൾ എത്രയോ ചർച്ചകൾ നടത്തിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തിയിട്ടും ലെഫ്റ്റ് പാർട്ടികൾ ഇടഞ്ഞു നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അന്ന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ലെറ്റ് ദം വിഡ്രോ ദ സപ്പോർട്ട്, സോ ഇഫ് ദേ വോണ്ട് ടു വിഡ്രോ ദ സപ്പോർട്ട്, സോ ബി ഇറ്റ്, എന്നാൽ പോലും ഞാൻ ഇതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മുമ്പേ സൂചിപ്പിച്ച അവസാനത്തെ പത്രസമ്മേളനത്തിൽ ഞാനാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത്, നിങ്ങളുടെ ഹയസ്റ്റ് പോയിന്റ് നിങ്ങളുടെ 10 വർഷത്തെ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ സിംഗ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞു, US ന്യൂക്ലിയർ ഡീലാണ്. അത് അദ്ദേഹം അന്ന് പറഞ്ഞപ്പോൾ പലരും അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. പിന്നെ അന്ന് പോലെ എനിക്ക് പോലും തോന്നി ഇതാണോ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് തോന്നി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇന്ത്യക്കുള്ള ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ സ്റ്റേച്ചറിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, പൊക്രാൻ ആണവ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യ ഇട്ടിരുന്ന ഒരു ന്യൂക്ലിയർ അപ്പോൾ ഉണ്ടായിരുന്ന അത് ഐസ് ബ്രേക്ക് ചെയ്യാനായിട്ട്
ഓഫ് കോഴ്സ് ജസ്വന്ത് സിംഗ് സ്ട്രോപ്പ് ടാൽബോട്ട് ഡിസ്കഷനെ പറ്റി നമ്മൾ പറയാറുണ്ട്. അത് സഹായിച്ചു. അതിനുശേഷം ഇന്ത്യക്കെതിരെ എല്ലാ രാജ്യങ്ങളും എടുത്ത സാങ്ഷന് അതിനെടുത്ത ഒരു നടപടികളെ അല്ലെങ്കിൽ അപ്രോച്ചിനെ കംപ്ലീറ്റ് മാറ്റിയ ഒരു കരാറായിരുന്നു ആണവ കരാർ. അത് ശരിയാണ്, അതൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ സ്റ്റേച്ചറിനെ മാറ്റാനായി ഇപ്പോഴത്തെ സർക്കാർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഗ്ലോബൽ സ്റ്റേച്ചറിനെ വെക്കാനായിട്ട് അദ്ദേഹത്തിന്റെ നടപടികൾ ആ ന്യൂക്ലിയർ ഡീൽ എന്തുമാത്രം സഹായിച്ചെന്ന് ഇപ്പോൾ നമ്മൾ ആരോട് ചോദിച്ചാലും ഇപ്പോൾ പറയും. ഇന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിന് വേണ്ടി ഉള്ള ആദരാഞ്ജലികളിൽ എല്ലാം തന്നെ എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഇൻഡോ US ന്യൂക്ലിയർ ഡീല്. അത് എങ്ങനെ ഈവൻ ഗവൺമെന്റിലുള്ളവർ തന്നെ സമ്മതിച്ചു അത് എത്രമാത്രം ഇന്ത്യയെ സഹായിച്ചു എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഹിസ്റ്ററി വിൽ ബി കൈൻഡ് ടു മീ എന്ന് പറഞ്ഞ ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് വ്യക്തമാകുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞതുപോലെ എന്റെ ലൈഫ് ടൈമിലല്ല, നിന്റെ ലൈഫ് ടൈമിൽ ഇത് നീ കാണുമെന്ന് അദ്ദേഹം ഒരു പ്രവചനം പോലെ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് എത്ര ശരിയാണെന്ന് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ട്സ് എല്ലാം വായിച്ചപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശരിയാണ്, നമ്മൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഈവൻ ഓപ്പോസിഷൻ പാർട്ടികൾ ഒരിക്കലും അദ്ദേഹത്തിനോട് ഒരു തരത്തിലും they were not kind enough to him. അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാവനകളെ രാജ്യത്തിന്റെ ഇക്കണോമിക് ലെവലിലാണ്, സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നമുക്കറിയാം UIDA ഒക്കെ അദ്ദേഹം എടുത്ത ഒരു ഇനിഷ്യേറ്റീവിന്റെ പുറത്താണ് അതെല്ലാം. ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഇപ്പോഴുള്ള BJP ഗവൺമെന്റിന്റെ ഏറ്റവും അവര് അവകാശപ്പെടുന്ന ക്ലെയിം ഒരു കാര്യം ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഈ വെൽഫെയർ സ്കീമുകൾ അതിന്റെ ബെനിഫിഷ്യറീസിന്റെ അടുത്ത് നേരിട്ട് എത്തിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാന ഒരു ലോഞ്ച് പാഡ് എന്ന് പറയുന്നത് UIDA ആണ്, ആധാർ കാർഡാണ്. അതും അദ്ദേഹത്തിന്റെ കാലത്താണ് നടത്തിയത്. അതുപോലെ തന്നെ ഇന്ത്യ-ചൈന റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനായിട്ട്, ഇന്ത്യ-പാകിസ്ഥാൻ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനായിട്ട് കശ്മീരിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ കാലത്തിന് ശേഷം അദ്ദേഹം എടുത്ത എല്ലാ സ്റ്റെപ്പുകളെയും അതേ നിലയിൽ നിന്നുകൊണ്ട് അതിനെ മുന്നോട്ട് എടുക്കുകയാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ സിംഗ് ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു അംഗീകാരം ആരും കൊടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ശരി ലിസ്. ശ്രീ ലാൽകുമാർ, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് മൻമോഹൻ സിംഗ് ഒരു മലയാളി പൊതുബോധം എന്ന് പറയുന്നത് ഈ ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം ഒക്കെ നടപ്പാക്കി ഇന്ത്യയെ മറ്റൊരു രീതിയിലാക്കി തീർത്തയാൾ എന്നാണ്. അത് ഒരു ജനറേഷൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളുകളുണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് എന്തോ ഒരു കുഴപ്പം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു പക്ഷേ ഈ 2K കിഡ്സിന് മുമ്പ് ജനിച്ച ആൾക്കാർ മുഴുവൻ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. എങ്ങനെയാണ് മൻമോഹൻ സിംഗിനെ ഈ സമയത്ത് ഓർക്കേണ്ടത്? നോക്കൂ, ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ മോഡി സർക്കാരിനെ എടുക്കുക. മോഡി സർക്കാരിന് ശേഷം അടുത്ത സർക്കാർ വരിക എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഈസ് ദ ഗവർണൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ ഓഫ് വാട്ട് ഹസ് ബീൻ ഡൺ ബൈ ദ പ്രീവിയസ് ലീഡർ, അല്ലെ? അങ്ങനെ നമ്മൾ കണക്കാം. മോഡിക്ക് മുമ്പുള്ള ആള് അല്ലെങ്കിൽ മോഡിക്ക് കഴിഞ്ഞുള്ള ആൾ അടുത്ത വരുന്നത്. ആ ഗവർണൻസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നോ വൺ ഇസ് സ്റ്റാർട്ടിങ് ഓൺ എ ഫ്രഷ് പേപ്പർ. അങ്ങനെയൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ആരും തന്നെ ഫ്രഷ് പേപ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. പക്ഷെ ഒരു ഫ്രഷ് പേപ്പറിൽ ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം യഥാർത്ഥത്തിൽ ഡോക്ടർ സിംഗിന് കിട്ടിയെന്നുള്ളതാണ് 1991. അത് ഡോക്ടർ സിംഗിന് കിട്ടിയതാണോ അതോ നരസിംഹറാവുവിന് കിട്ടിയതാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം. അത് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ സിംഗ് ഈസ് ഓൾസോ എൻടൈറ്റിൽ ടു ദാറ്റ് ക്രെഡിറ്റ്, അല്ലെ? അപ്പൊ നമുക്ക് അതങ്ങ് കൊടുക്കാം. അപ്പം അങ്ങനെ ഒരു ഫ്രഷ് പേപ്പറിൽ ഇന്ത്യയുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിന് ഒരു തുടക്കം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന്റെ കണ്ടിന്യൂവേഷനാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളും. അത് ലിബറലൈസേഷൻ നല്ലതായിരുന്നോ, അല്ലെങ്കിൽ ലിബറലൈസേഷനുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊരു മറ്റൊരു ചർച്ച തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്കതിനകത്ത് ഒരുപാട് അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. ലിബറലൈസേഷൻ വേണം, ഏത് എക്സ്റ്റെൻഡിൽ, ഈ ക്രോണിക് ക്യാപിറ്റലിസം അക്സെപ്റ്റ് ചെയ്യണോ, അത് ആ ലെവലിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു വലിയ ഡിബേറ്റ് ആണ്.
അത് നമുക്ക് ലെറ്റസ് കീപ് ഇറ്റ് സൈഡ് ഫോർ എ വൈൽ. പക്ഷെ എന്നിരുന്നാലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് ഡോക്ടർ സിംഗിനെ പോലെ ഒരാള് വരികയും ഒരു ഐഡിയ നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇറ്റ്സ് വെരി വെൽ അക്സെപ്റ്റഡ് ഐഡിയ, പക്ഷെ അത് ലോഞ്ച് ചെയ്യാനായിട്ട് നരസിംഹറാവു എല്ലാ ലോഞ്ചിങ് പാഡും അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും. ആ 91 റിഫോമിന് ശേഷമുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ആ പഴയ പേപ്പറിൽ പുതിയ പുതിയ പേജുകൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ പല സ്കീമുകളും ഡോക്ടർ സിംഗ് കൊണ്ടുവരുന്നതിനെ പുതിയ പേരാക്കി അത് മാറ്റുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് അഡീഷൻസ് ഉണ്ടാവും കേട്ടോ. ഞാൻ അഡീഷൻസ് ഒരു ഗവൺമെന്റും ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അഡീഷൻസും സബ്സ്ട്രാക്ഷൻസും ഉണ്ടാകാം. പക്ഷെ ഇറേസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ കാര്യം വരുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നിൽക്കെ ഡോക്ടർ സിംഗ് എന്ന് പറയുന്ന ആളുടെ ആ ഫ്രഷ് പേപ്പറിലുള്ള ഒരു ബിഗിനിങ് എലോങ് വിത്ത് നരസിംഹറാവു, അതിന് അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഒന്നത്. രണ്ട്, അദ്ദേഹത്തിന് ഒരു വിമർശനാത്മകമായ ഒരു സ്വഭാവത്തിലൂടെ അദ്ദേഹത്തിനെ അല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഓക്യുപ്പൈങ് ദ ഹയസ്റ്റ് ഓഫീസ് ഓഫ് ദ കൺട്രി, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കോൺഗ്രസ് നേരിട്ട ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. ഈ ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ ടെക്നോക്രാറ്റ് ഒരു പ്രധാനമന്ത്രിയാകുമ്പം യഥാർത്ഥത്തിൽ ജനങ്ങളുമായി വലിയ ബന്ധമുള്ള ആളല്ല ഡോക്ടർ സിംഗ്. അതിപ്പോ എത്ര ബാധിച്ചാലും ജനങ്ങളുമായി അത്ര ബന്ധം ഉണ്ടായിരുന്ന ഒരാളല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹം ഡൽഹിയിൽ തോക്കുകയാണ് ചെയ്തത് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ. അങ്ങനെ 6 പ്രാവശ്യം രാജ്യസഭയിൽ നിന്ന് ആസാമിൽ നിന്ന് ജയിച്ചു വന്ന ആള് പിൽക്കാലത്ത് പ്രധാനമന്ത്രിയാകുന്ന ഒരാൾക്ക് ജയിക്കാൻ പറ്റിയില്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റിയില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ജനങ്ങളിൽ നിന്ന് അത്രയും ജനങ്ങളുടെ പൾസ് അറിയുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ പൾസുള്ള അറിയാമെന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടായി വന്നേനെ. ഇപ്പൊ ഡോക്ടർ സിംഗ് 10 വർഷം യഥാർത്ഥത്തിൽ നല്ലതായിട്ട് ഗവേൺ ചെയ്യാൻ കിട്ടുന്ന അവസരത്തിൽ 10 വർഷം അതിന്റെ പൊളിറ്റിക്സ് അങ്ങ് ഇല്ലാതാകുകയാണ്. ടോളസ്റ്റ് ലീഡറിന് പൊളിറ്റിക്സ് പറയാതെ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നു. അത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ആ ടോൾ ലീഡർ ഒരു പൊളിറ്റീഷ്യൻ അല്ലാതായി മാറുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് കോൺഗ്രസ് ഇപ്പൊ അനുഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതൊരിക്കലും ഡോക്ടർ സിംഗിന്റെ ക്രെഡിറ്റ് ഞാൻ എടുത്തു കളഞ്ഞല്ല കേട്ടോ. അത് കോൺഗ്രസ് ചെയ്ത ഇദ്ദേഹത്തെ പ്ലേസ് ചെയ്ത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ഡിബേറ്റിന്റെ ഒരു സൈഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തിന് ബാരക് ഒബാമ അദ്ദേഹത്തിന് G20 ഉച്ചകോടിയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. വെൻ ഡോക്ടർ സിംഗ് സ്പീക്സ് എവരിവൺ ലിസൺസ്. അതൊരു സത്യമാണ്. അത് അദ്ദേഹം വളരെ അവധാനതയോടുകൂടി പൊളൈറ്റ് ആയിട്ട് ജെന്റിലായി ഓപ്പോസിഷനെ പോലും കേൾക്കാൻ തയ്യാറായി അങ്ങനെ നിൽക്കുന്ന ഒരു ഇമേജ് ഉള്ള ഒരാളാണ് അദ്ദേഹം. ജെന്യുവൻലി ഒരു ഡെമോക്രാറ്റ് ആയിരുന്നു, അയാൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ പലപ്പോഴും അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗവേണൻസ് എന്ന് പറയുന്നത് ഡ്രക്കോണിയൻ ആകുന്ന മറ്റുള്ള ആൾക്കാരെ സിറ്റിസൺസിനെ ഉപദ്രവിക്കാനായിട്ടുള്ള നമ്മുടെ ലോഞ്ചിങ് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകാധിപത്യത്തിന്റെ ഒരു രീതിയിലേക്ക് മാറുന്ന ഒരു ഇന്ത്യയെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. അതിപ്പം ചിലർ ഡിനൈ ചെയ്യും, ചിലർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇത് ഒബ്ജക്റ്റീവ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെമോക്രാറ്റിക് ഇൻഡെക്സ് കുറഞ്ഞാണ് വരുന്നത്. അതിന് കാര്യം എന്താണ്? ആ ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിച്ച ഒരു ഡെമോക്രാറ്റിക് ലൈൻ ഓഫ് ലീഡർഷിപ്പിൽ നിന്ന് പോലും നമ്മൾ പുറത്തു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗിന് വാക്കുകൾക്ക് വലിയ പ്രാധാന്യം. മൻമോഹൻ സിംഗ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വാക്കിന് വലിയ പ്രാധാന്യം വരുന്നത്. എന്താണ്? ഹിസ്റ്ററി വിൽ ജഡ്ജ് മീ റീസണബിളി എന്ന് പറയുന്ന ഒരു കാര്യം. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററി വിൽ ജഡ്ജ് മീ റീസണബിളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞ് എന്നോ ഒരിക്കൽ ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം അപ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ എന്തൊരു ജനാധിപത്യവാദി ആയിരുന്നു എന്ന് നമ്മുടെ പറഞ്ഞില്ലയോ എന്നുള്ളതല്ല, നമുക്ക് തോന്നുന്ന ഒരു പറയുന്നതിലെ ഒരു ഐറണി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. പക്ഷേ അതിലൊരു പാരഡോക്സ് ഉണ്ട്. അത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾ രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക് ഇൻഡെക്സ് താഴ്ത്തുന്നു, അതേസമയം രാജ്യസഭയിലൂടെ പ്രധാനമന്ത്രിയായ അയാൾ ഡെമോക്രാറ്റായി പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതെന്താണ്? ഒരു വൈരുദ്ധ്യമാണോ? അതല്ല ഇന്ത്യൻ ജനത ഇത്രയൊക്കെ അർഹിക്കുന്നുള്ളൂ എന്നാണോ? ലുക്ക്, ഇതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ ജനങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനൊരു യഥാർത്ഥ ഡെമോക്രാറ്റ് ആയിക്കൊള്ളണമെന്നില്ല. എന്റെ ഡെമോക്രാറ്റിക് വാല്യൂസ് ഞാൻ ഇൻഹെറിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇംബൈബ് ചെയ്യുന്ന ഒരാളാണെന്ന് നിർബന്ധമൊന്നുമില്ല.
അത് ചിലപ്പം നമ്മൾ പറഞ്ഞാൽ പഴയ ഫ്യൂഡലിസ്റ്റിക് വാല്യൂസ് ആണ് ഞാൻ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നത് ആ ഫ്യൂഡലിസ്റ്റിക് വാല്യൂസ് ആയിരിക്കും. ഞാൻ അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസിനെ കുറിച്ച് എനിക്ക് ധാരണ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യമാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ആക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ അറിയണമെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ കുറിച്ച് ധാരണ ഉണ്ടാകണം എന്നുള്ളതാണ്. ആ ധാരണ ഡോക്ടർ സിംഗിന് ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ജനങ്ങളുമായിട്ട് അദ്ദേഹം ഇടപെടുന്നില്ലെങ്കിൽ പോലും ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ തക്ക രീതിയിലുള്ള സ്ട്രക്ചറൽ റിഫോംസ് നടത്താൻ ആ പ്രധാനമന്ത്രിയുടെ കസേരയ്ക്ക് പറ്റും. അതാ പറഞ്ഞു, ഒരിക്കലും ഒരു കാരണവശാലും ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത ആൾക്ക് പോലും റിഫോംസ് നടത്താൻ പറ്റും. ദാറ്റ് വി ഹാവ് സീൻ. അപ്പൊ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ലാത്ത മനുഷ്യനല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് കോൺഗ്രസിന്റെ സ്ട്രക്ചറിനെ സഹായിച്ചോ എന്നുള്ള ഒരു വലിയ ചോദ്യം അത് കോൺഗ്രസ് ഉത്തരം പറയേണ്ടതാണ്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, അല്ലെങ്കിൽ അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നു, ജനങ്ങളുടെ ഇടയ്ക്കിൽ എന്ത് രാഷ്ട്രീയം പറഞ്ഞിട്ട് നമ്മൾ വരുന്നു എന്നുള്ളതിനും പ്രാധാന്യമുണ്ട് അജിംസെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വികസനം എന്ന് പറയുകയും അത് യഥാർത്ഥത്തിൽ വികസനത്തിൽ നിന്ന് മാറി ഒരു മെജോറിറ്റേറിയനിസം ഉപയോഗിച്ച് ജനാധിപത്യത്തിൽ വിജയിച്ചു വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ജനാധിപത്യവാദം ആകത്തില്ല. അങ്ങനെയുള്ള ഒരു ഡൈല്യൂഷൻ, ആ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിന്റെ ഡൈല്യൂഷൻ നടത്തിയിട്ടാണ് നിങ്ങൾ പ്രധാനമന്ത്രി ആകുന്നതെങ്കിൽ ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കും. ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഡെഫനിങ് മെജോറിറ്റിയോട് ജയിച്ച ആളാണ് ഇന്ദിരാഗാന്ധി. മിസസ് ഗാന്ധിക്കാണോ ഡെമോക്രാറ്റിക് വാല്യൂസ് കൂടുതലുള്ളത് ഡോക്ടർ സിംഗിനാണോ? നമുക്ക് കണ്ണുടച്ച് പറയാൻ പറ്റും ഡോക്ടർ സിംഗിനാണ്. അപ്പൊ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുമാണ്. നമ്മളിപ്പോ മോഡിയുമായിട്ടൊരു കമ്പാരിസൺ ആണല്ലോ ഞാൻ നടത്തിയത്. മോഡിയെ നമുക്ക് വിടാം. അതേ സ്ഥാനത്ത് നമ്മൾ പണ്ഡിറ്റ് നെഹ്റുവുമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു കാരണം, അത് എന്ത് രാഷ്ട്രീയം പറഞ്ഞു, എങ്ങനെ നമ്മൾ അവതരിപ്പിക്കുന്നു, നമ്മളുടെ കോർ വാല്യൂസ് എന്ത് നമുക്കുണ്ട് എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് തന്നെ ആയിരിക്കും അദ്ദേഹം ആ ചെയറിലിരിക്കുമ്പോൾ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനകത്ത് എനിക്ക് ഒരു സംശയവുമില്ല. അത് അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. തെറ്റുകൾ സംഭവിക്കാത്തതായിട്ട് ആരുമില്ല. പക്ഷേ ഇന്നത്തെ ഈ 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 21ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ 10 വർഷത്തെ ഈ രാജ്യത്ത് നടന്നിരിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന, ഡൈല്യൂട്ട് എന്നുള്ള വാക്ക് തെറ്റാണ്, അതിനെ തന്നെ സ്ക്വാൻഡർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോവുകയാണ് നമ്മൾ കാണുന്നത്. ഈ സിറ്റിസൺസിന്റെ മണ്ടയ്ക്ക് ഒരു ഡ്രക്കോണിയൻ ലൈനിൽ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്ന, സിറ്റിസൺസിനെ യഥാർത്ഥത്തിൽ എനിമിയായിട്ട് കാണുന്ന രീതിയിൽ, സിറ്റിസൺസ് പറഞ്ഞാൽ എന്നോട് യോജിക്കാത്ത ആൾക്കാരോട്, അതാണല്ലോ അവിടുത്തെ പ്രശ്നം. എന്നോട് യോജിക്കാത്ത ആൾക്കാരോട് ഒരു എന്തോ അയൺ ഫിസ്റ്റ് ഉപയോഗിച്ച് ഇടപെടുന്ന ഒരു സർക്കാർ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ നേരിടുന്ന പ്രശ്നമാണ്. അത് നേരിടുന്നത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പുറത്ത് അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. ശരി, ഷാബു പ്രസാദ്, ഇവിടെ ലാൽകുമാർ സംസാരിച്ച് തുടങ്ങുമ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങിയ ആളാണ് മൻമോഹൻ സിംഗ്. ഒരു പുതിയ പുസ്തകത്തിൽ എഴുതി തുടങ്ങി. ഇന്ന് ഇപ്പോഴുള്ള സർക്കാർ എഴുതിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തുടങ്ങി വെച്ച പുസ്തകത്തിലാണ്. അതിൽ ആഡ് ചെയ്യുന്നുണ്ടാകാം, അതിൽ നിന്ന് കീറുകളയുന്നുണ്ടാകാം. പക്ഷേ ഒരു ഫ്രഷായി തുടങ്ങിയ ആൾ എന്ന നിലയിൽ രാജ്യത്തെ വലിയ തോതിൽ മാറ്റിമറിച്ച ഒരാളാണ് മൻമോഹൻ സിംഗ്. അങ്ങനെ തന്നെ ഓർക്കണ്ടേ മൻമോഹൻ സിംഗിനെ? തീർച്ചയായിട്ടും 100% ശരിയാണത്. 100% ശരിയാണ്. 1991 നരസിംഹറാവു ഈ മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങനെയൊക്കെയായി തീരുമായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നും. അതൊരു ഭയാനകമായ സത്യമാണ്, അദ്ദേഹം അന്ന് വന്നില്ലായിരുന്നു എങ്കിൽ എന്നുള്ളത്. തീർച്ചയായിട്ടും, അതായത് അദ്ദേഹത്തിന് വേറെ ഈ പറഞ്ഞതുപോലെ ഈ ജനങ്ങളോട് ബന്ധമില്ല, അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളത് ഒരേ സമയം മൻമോഹൻ സിംഗിൻ്റെ അന്നത്തെ ആ കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ ശക്തിയും ദൗർബല്യവുമാണ്. ദൗർബല്യം എന്താണെന്നറിയാം, ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അംഗീകാരം എന്നുള്ള ഒരു ഫാക്ട് ഉണ്ടാവണം എന്നുള്ളത്. മറ്റേതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസിനെ പറ്റി, പബ്ലിക്കായിട്ട് പൊതുജനങ്ങളുടെ ആ ഒരു അവസ്ഥയെപ്പറ്റി, ഇതിനെപ്പറ്റി ഒന്നും ബോധേഡാവേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും രാജ്യത്തിന് ഗുണമുണ്ടാകും എന്ന് ശരിയെന്ന് തോന്നുന്ന ആ തീരുമാനം അദ്ദേഹത്തിന് യാതൊരു ഇൻഹിബിഷനുമില്ലാതെ എടുക്കാൻ കഴിയും. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കരുത്താണ്. ആ സമയത്ത് അങ്ങനെയുള്ള ആ അതിശക്തമായ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നെഹ്റുവിയൻ എക്കണോമി അങ്ങനെ തന്നെ എടുത്ത് കടലിൽ കളഞ്ഞു. അങ്ങനെ തന്നെ. അജിംസിന് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല, എനിക്കൊക്കെ ചെറിയ ഓർമ്മയുണ്ട്.
ഇവിടെ സൈക്കിളിന് ലൈസൻസ് വേണമായിരുന്നു, റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു. റേഡിയോ, നമ്മുടെ ട്രാൻസിസ്റ്റർ റേഡിയോയ്ക്ക് ലൈസൻസ് വേണ്ട ഒരു കാലമുണ്ടായിരുന്നു. ഇൻകത്തിൻ്റെ അവനവൻ്റെ വരുമാനത്തിൻ്റെ 80% ടാക്സ് കൊടുക്കേണ്ട ഒരു കാലമുണ്ടായിരുന്നു ഇവിടെ. ഒരു സ്കൂട്ടർ ഒരു ടെലിഫോൺ ബുക്ക് ചെയ്താൽ 20 വർഷം വരെയൊക്കെ കാത്തിരിക്കേണ്ട കാലമുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഫോൺ ബുക്ക് ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഫോൺ കിട്ടുന്നത്. ഒരു കാറ് ബുക്ക് ചെയ്താൽ കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷം 2 വർഷമൊക്കെ ചെയ്യണമായിരുന്നു. ചേതക്ക് സ്കൂട്ടറൊക്കെ ഇറങ്ങിയ കാലത്ത് 1 വർഷം കാത്തിരിക്കണമായിരുന്നു ബുക്ക് ചെയ്തിട്ട് കിട്ടാൻ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം സങ്കീർണമായിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ. മുഴുവൻ ഫയലുകളിൽ കൂടെയും പേപ്പർ വർക്ക്, അതൊക്കെ തന്നെ ഇവിടുത്തെ വലിയ വലിയ അഴിമതികൾക്ക് വളം വെച്ചിട്ടുമുണ്ട്. ഈ സിസ്റ്റം എല്ലാം മാറ്റിയത്, എടുത്തു കളഞ്ഞത് ഡോക്ടർ മൻമോഹൻ സിംഗാണ്. അതായത് എന്താണോ അത്രയും കാലം നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ തുടർന്ന് വന്നിരുന്ന ആ എക്കണോമിക് നയം അത് കംപ്ലീറ്റ് എടുത്ത് കളയുകയാണ് ചെയ്തത്. സത്യത്തിൽ പിന്നീടുള്ള കാലമെന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ മാറ്റം എന്നുള്ളത് നമ്മൾ കണ്ടും അനുഭവിച്ചും വന്നതാണ്. പക്ഷേ ആ 5 വർഷം കഴിഞ്ഞിട്ട്, ആദ്യത്തെ 5 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ രാഷ്ട്രീയത്തിൽ വല്ലാത്ത ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. ആ സർക്കാർ തന്നെ ഇൻസ്റ്റേബിളായിരുന്നു. ആ സമയത്താണ് അയോധ്യ ബാബറി മസ്ജിദ് ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നത്. അതിന് കൃത്യമായ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നതും ശക്തമായ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കുന്ന ഒരവസ്ഥ വന്നതും 1998 99 പിന്നെ 2004 വരെ വാജ്പേയി സർക്കാർ, NDA സർക്കാർ ശക്തമായ ഒരു മുന്നണി സംവിധാനത്തിൽ അധികാരത്തിയിരുന്ന സമയത്താണ്. ആ സമയത്താണ് ഇവിടെ ഇൻഷുറൻസ് മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്നത്, മൊബൈൽ ഫോൺ വ്യാപകമാകുന്നത്, നാട് നീളെ ATMകൾ വരുന്നത്, ബാങ്കിങ് മേഖല അടിമുടി മാറിമറിയുന്നത്, രാജ്യത്ത് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ആശയം വരുന്നതും നടപ്പാക്കുന്നതും, ഇതെല്ലാം തുടങ്ങിവെച്ചത് മൻമോഹൻ സിംഗ് തുടങ്ങിവെച്ച ആ ലിബറലൈസേഷൻ്റെയും എക്കണോമിക് നയത്തിൻ്റെയും തുടർച്ച തന്നെയാണ്. അതിൻ്റെ ആവശ്യമായ രീതിയിലുള്ള കറക്ഷൻസും ഡിലീഷൻസും ഒക്കെ നടന്നിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ഡോക്ടർ മൻമോഹൻ സിംഗിന് തന്നെയാണ്, മൻമോഹൻ സിംഗിനുമല്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞാൽ, അതിന് സർവ്വ പിന്തുണയും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിലും പിന്നിലും അടിയുറച്ചു നിന്ന PV നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിക്കാണ്. അല്ല, അവിടെ കോൺഗ്രസ് പാർട്ടി പറയാത്തത് എന്താണ് ഷാഹു പ്രസാദ്? അതാ ഞാൻ പറഞ്ഞേ. അല്ല, ഇപ്പം നരസിംഹറാവു ആരുടെ പ്രധാനമന്ത്രിയാണ് അജിംസെ? നരസിംഹറാവു കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണ്. PV നരസിംഹറാവു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, അല്ലേ? നരസിംഹറാവുവിനെ പറഞ്ഞാൽ പോരെ? ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ പറയുന്ന പോലെ തന്നെയല്ലേ? പക്ഷേ ഇവർക്ക് നരസിംഹറാവുവിനെ വേണ്ടാതായത് എൻ്റെ കുറ്റമല്ലല്ലോ. ഇവർ ഇപ്പോൾ ഇവിടെ പറയുന്നു, കോൺഗ്രസ്സുകാർ പറയുന്നു, ഇവിടെ അദ്ദേഹത്തിന് അവിടെ പ്രത്യേക സ്മാരകം ഒരുക്കണം, പ്രത്യേക സ്ഥലം അനുവദിക്കണം എന്തെല്ലാം പറയുന്നു. ഈ നീതിയുടെ, ഈ കാണിക്കുന്നതിൻ്റെ ഒരു 10,000-ലൊന്ന് നീതി ഇവർ നരസിംഹറാവുവിനോട് കാണിച്ചിട്ടുണ്ടോ? നരസിംഹറാവുവിൻ്റെ ഡെഡ് ബോഡി ഡൽഹിയിൽ അടക്കിയില്ല എന്നുള്ളത് പോട്ടെ, അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയുടെ പ്രൊസഷൻ വന്നപ്പോൾ AICC ഓഫീസിൻ്റെ ഗേറ്റുകൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. നെഹ്റു കുടുംബത്തിന് അതൃപ്തിയുള്ളവരെ, അവർക്കിഷ്ടമല്ലാത്തവരുടെ മൃതദേഹത്തെ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. ഒരു നരസിംഹറാവു അല്ല, സർദാർ പട്ടേൽ, ഡോക്ടർ അംബേദ്കർ, കാമരാജ്. കോൺഗ്രസിന് നരസിംഹറാവുവിനോട് അങ്ങനെ വിപ്രതിപത്തി വരാനൊരു കാരണമുണ്ട്. എന്ത് കാരണം? ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. അതിനുശേഷം നരസിംഹറാവുവിന് ശേഷം ഒറ്റയ്ക്ക് കോൺഗ്രസിന് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മറ്റൊരു കാര്യം. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യമുണ്ട്, ഇപ്പം കഴിഞ്ഞ 3 കൊല്ലമായി, 3 ടൈമായി തോറ്റ് തുന്നമ്പാട് കാണല്ലോ കോൺഗ്രസ്. എന്താ വിപ്രതിപത്തിയൊന്നും ഇല്ലേ? ഒരു പ്രാവശ്യം 5 വർഷം രാജീവ് ഗാന്ധി ഭരിച്ചു, അത് കഴിഞ്ഞ് തലകുത്തി വീണു, തോറ്റു തുന്നമ്പാടി 415 സീറ്റുമായിട്ട്. വീഴ്ച എവിടെ നിന്നാണ് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ വിപ്രതിപത്തി. അല്ല, അതാണ് എന്ത് ഒരു വിപ്രതിപത്തി വേറൊന്നുമല്ല ജിംസേ, വിപ്രതിപത്തി വേറൊന്നുമല്ല. നരസിംഹറാവു, PV നരസിംഹറാവു സോണിയാഗാന്ധിയെ മൈൻഡ് ചെയ്തിട്ടില്ല. നരസിംഹറാവു നെഹ്റു കുടുംബത്തിൻ്റെ അടിമയല്ലായിരുന്നു. അതുമാത്രമാണ് ആ വിപ്രതിപത്തിക്ക് കാരണം. അല്ലാതെ അയോധ്യ ബാബറി മസ്ജിദ് ഇഷ്യൂ ഒക്കെ അങ്ങ് വിട്, അതൊന്നും അല്ല അതിൻ്റെ കാരണം. അതേ അല്ല കാരണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, രാജീവ് ഗാന്ധിയെ കൊന്ന പ്രതികളെ, കേസിൽ പെട്ട ആ പ്രതികളെ
ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്ത DMK അവരുടെ ഘടകകക്ഷിയാണ്. 1998 എന്തിനാണ് ഐക്യ ഗുജറാൾ സർക്കാരിനുള്ള പിന്തുണ കോൺഗ്രസ് പിന്തുണച്ചത്? ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിൽ, അതായത് രാജീവ് ഗാന്ധി വധം അന്വേഷിക്കുന്ന റിപ്പോർട്ടിൽ DMKയുടെ പേര് പരാമർശിച്ചിരുന്നു. ആ DMK ഉൾപ്പെടുന്ന മന്ത്രിസഭയെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോൺഗ്രസ് ആ പിന്തുണ പിൻവലിച്ചത്. ആ പിന്തുണ പിൻവലിച്ച് DMK അവരുടെ നയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇല്ല, മാറ്റം വരുത്തിയിട്ടില്ല. ഇനി മറ്റൊന്ന്, ഇനിയും അയോധ്യ ബാബറി മസ്ജിദ് കേസാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇപ്പോഴും ഡിസംബർ 6 വിജയ ദിവസം, ഇത് ഹിന്ദു പരാക്രമത്തിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ശിവസേന കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയാണ്. ഇപ്പോഴും ഈ കഴിഞ്ഞ ഡിസംബർ 6 ഒരു മാസം പോലും ആയിട്ടില്ല. അപ്പോൾ അതൊന്നും അല്ല അതിൻ്റെ കാരണം. സോണിയാഗാന്ധിക്ക് ഇഷ്ടമല്ലായിരുന്നു, സോണിയാഗാന്ധിയെ മൈൻഡ് ചെയ്തിട്ടില്ല. ശരി, നമ്മുടെ വിഷയം മൻമോഹനാണ്. നരസിംഹറാവു അല്ലെ, ഞാൻ പറയാം അങ്ങയിലേക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, എക്കണോമിക് ആയിട്ടുള്ളൊരു ചേഞ്ച്, സാമ്പത്തിക മാറ്റം മാത്രം കണ്ടാൽ പോരാ. ഈ 90കളിലെ ആ പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെയും രാഹുലിൻ്റെയും ഷാഹു പ്രസാദിൻ്റെയും ലാൽകുമാറിൻ്റെയൊക്കെ ജീവിതത്തെ 90ന് മുമ്പും ശേഷവും എന്ന് വായിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സാമൂഹിക മാറ്റങ്ങൾ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് നയിച്ചു? ശ്രീ അജിൻസ്, ഈ ചർച്ച നടക്കുന്നതിന് കാരണം തന്നെ ശ്രീ മൻമോഹൻ സിംഗ് ആണ്. അത് അദ്ദേഹത്തിന്റെ മരണവും അദ്ദേഹം ടോപ്പിക് ആയതുകൊണ്ടല്ല. യഥാർത്ഥത്തിൽ ഈ ചർച്ചകൾ, സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ, ഇതെല്ലാം ഉണ്ടാകുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ LPG നയം അല്ലെങ്കിൽ ലിബറലൈസേഷൻ തുടങ്ങിയ നയങ്ങൾ കാരണമാണ്. ഇല്ലെങ്കിൽ നമ്മൾ പഴയ പോലെ ദൂരദർശൻ 7 മണിക്ക് ന്യൂസ്, ഗവൺമെന്റ് എഴുതി കൊടുക്കുന്ന ന്യൂസ് വായിക്കുന്ന മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു. നമ്മുടെ ഈ വിവര സാങ്കേതിക വിദ്യയുടെ എക്സ്പ്ലോഷൻ ഉണ്ടായതും ന്യൂസ് റെവല്യൂഷൻ ഉണ്ടായതും അജിൻസ് അവിടെ ഇരിക്കുന്നത് തന്നെ കാരണം, അല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നതിന് കാരണം, ഷാബു സാർ അവിടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ ലിസ് മാത്യുവും ലാലും ഒക്കെ ഇരിക്കുന്നതിന്റെ കാരണം തന്നെ മൻമോഹൻ സിംഗ് ആണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ മിഡിൽ ക്ലാസിനെ അടിസ്ഥാനപരമായി മാറ്റിയത് അദ്ദേഹമാണ്. 90s കിഡ്സ് എന്ന രീതിയിൽ നമുക്ക് നൊസ്റ്റാൾജിയ കൂടുതലായിട്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പണ്ട് ചിത്രഹാറും ചിത്രഗീതവും കാണാൻ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയാണെന്ന് എന്റെ ഓർമ്മ 7 മണിക്ക് ഒരാഴ്ച കാത്തിരിക്കേണ്ട ഒരവസരം ഉണ്ടായിരുന്നു. അന്ന് ഞായറാഴ്ചകളിൽ നമ്മുടെ ഒരു സിനിമയുണ്ട്, 1 മണിക്കാണെന്നാണ് എന്റെ ഓർമ്മ. അല്ല, 1 മണിക്ക് സംസ്കൃത ന്യൂസ് ഉണ്ട്, പിന്നെ 2 മണിക്ക് ഒരു സിനിമയുണ്ട്. ഇതൊക്കെ കാണാൻ ഒരാഴ്ച കാത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇത്രയും സുലഭമായി എന്റർടൈൻമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ വരാൻ കാരണം അദ്ദേഹത്തിന്റെ ലിബറലൈസേഷൻ തുടങ്ങിയ പോളിസീസാണ്. അപ്പം വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ശ്രീ ചിദംബരം വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ ഒരു ഫാദർ, അല്ലെങ്കിൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന മിഡിൽ ക്ലാസ് ശ്രീ മൻമോഹൻ സിംഗിന്റെ പോളിസീസിന്റെ ഒരു പ്രൊഡക്റ്റാണ്. കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 2004-2005 37% നമുക്ക് പോവർട്ടി ലൈൻ ഉണ്ടായിരുന്നത് 2011-12 കാലഘട്ടത്തിൽ 22% അത് കുറയുകയുണ്ടായി. ഒരു 15% മിഡിൽ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ആ അർത്ഥത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കക്കാരനായത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയാണ്. സിഖ് കലാപത്തിനടക്കം അദ്ദേഹം ക്ഷമ പറയുകയുണ്ടായി. ഒരു ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസും BJPയും രണ്ടുപേരും പിന്തുടർന്നിരുന്നത് ഗാന്ധിയൻ സോഷ്യലിസമാണ്. അല്ലെങ്കിൽ BJPയുടെ അടിസ്ഥാനശില അല്ലെങ്കിൽ BJPയുടെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസിൽ ഒന്ന് ഗാന്ധിയൻ സോഷ്യലിസമാണ്. കോൺഗ്രസുകാരുടെയും ഗാന്ധിയൻ സോഷ്യലിസമാണ്. അതിൽ നിന്ന് സെന്റർ ലെഫ്റ്റ് എക്കണോമിക്സിൽ നിന്ന് ഒരു സെന്റർ റൈറ്റ് എക്കണോമിക്സ്, മധ്യ വലത് എക്കണോമിക്സും എന്നാൽ സെന്റർ ലെഫ്റ്റ് സോഷ്യൽ പോളിസി, ഈ കോമ്പിനേഷനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ട്രൈ ചെയ്തത്. അദ്ദേഹം വിജയകരമായി ട്രൈ ചെയ്യുകയും ചെയ്തു. ആ അർത്ഥത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ആളാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് റിഫോംസ് വിത്ത് എ ഹ്യൂമൻ ഫേസ്, അല്ലെങ്കിൽ ഈ റിഫോംസ് വിത്ത് എ ഹ്യൂമൻ ഫേസ് എന്ന ആശയം അദ്ദേഹത്തിന്റെയാണ്. പിന്നീട് 2004 അത് വേൾഡ് ബാങ്ക് അടക്കം അവരുടെ ഒരു നയരൂപീകരണത്തിന്റെ ഭാഗമായി എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ പോവുക അസാധ്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെയും പിന്നിട്ട ഇന്ത്യയുടെയും ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നും, ഒരുപക്ഷെ കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നും മൻമോഹൻ സിംഗിലൂടെയാണ് സംഭവിക്കുന്നത്. ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ LPG പോളിസിയും റിഫോംസ് വിത്ത് എ ഹ്യൂമൻ ഫേസും ആണെങ്കിൽ, രണ്ടാം മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹത്തിന് പകരം അവസാന കാലഘട്ടത്തിലെങ്കിലും പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ മണിശങ്കർ അയ്യർ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഒരു 140 സീറ്റിലേക്കെങ്കിലും കോൺഗ്രസ് എത്തുമായിരുന്നു. അതായത് കോൺഗ്രസിലെ റൈറ്റ് ലീനിങ് സ്പേസ് ആണ് ശ്രീ മൻമോഹൻ അല്ലെങ്കിൽ എക്കണോമിക്സിൽ ശ്രീ മൻമോഹൻ സിംഗും നരസിംഹറാവു അടക്കമുള്ള ഒരു സെന്റർ റൈറ്റ് എടുക്കുന്ന സ്പേസ് ആണ്. പ്രണബ് കുമാർ മുഖർജി അടക്കമുള്ള ഒരു സെന്റർ റൈറ്റ് എടുക്കുന്ന സ്പേസ് ആണ്. അപ്പൊ ഈ മധ്യ വലത് നിൽക്കുന്ന സ്പേസ് കോൺഗ്രസ് വലിയ രീതിയിൽ വേക്കന്റ് ആയിട്ട് ഒഴിച്ചിട്ടു. ആ സ്പേസിലേക്കാണ് നരേന്ദ്രമോദിജി കാര്യമായിട്ട് നടന്നു കയറിയത്. നരേന്ദ്രമോദിജി 2014 എന്തായാലും ജയിക്കുമായിരുന്നു. പക്ഷെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കാരണം
പ്രണബ് കുമാർ മുഖർജിയെ പോലുള്ള ഒരു സോഫ്റ്റ് ഹിന്ദു ബംഗാളി ബ്രാഹ്മണനെയും അല്ലെങ്കിൽ മുമ്പുള്ള നരസിംഹറാവു ഒരു തെലുങ്ക് ബ്രാഹ്മണനാണ്, ഇവരെയൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്തു. അതിലൊക്കെ ഒരുപാട് സാമുദായിക രാഷ്ട്രീയ പശ്ചാത്തലവും ചരിത്രവും. ഈ സ്പേസ് വേക്കന്റ് ആയിട്ട് ഒരുപക്ഷെ സോണിയ മാഡത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റുകളിലൊന്നായി തിരിഞ്ഞു നോക്കുമ്പോൾ അവസാന വർഷങ്ങളിലെങ്കിലും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പ്രസിഡന്റായി ശ്രീ പ്രണബ് കുമാർ മുഖർജിയെ ബ്രാഹ്മണ ശാപായിരുന്നാണോ? അല്ല, ഇതൊരു സോഫ്റ്റ് ഹിന്ദു സ്പേസിന്റെ അങ്ങനല്ല, ഇതൊരു സോഫ്റ്റ് ഹിന്ദു സ്പേസ് ആണ്. അത് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ശങ്കരാചാര്യരെ ദീപാവലിയുടെ ദിവസത്തിൽ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യൻ മതേതരത്വം എത്തിയോ? ഒരു ഈദിന് മുസ്ലിം ക്ലറിക്കിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പ്രണബ് കുമാർ മുഖർജി ചോദിക്കുന്നതായിട്ട് കോലിഷൻ ഇയേഴ്സ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്. ഒരുപക്ഷെ ശങ്കരാചാര്യ കുറ്റക്കാരനായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ദീപാവലി ദിനത്തിൽ അങ്ങനെ ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്യുമോ, താൻ ഉടനെ തന്നെ ബെയിൽ കൊടുക്കാൻ നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന് പ്രണബ് കുമാർ മുഖർജി ചെയ്യുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് ആ രാഷ്ട്രീയം അറിയാം, ആ സോഫ്റ്റ് ഹിന്ദു പൊളിറ്റിക്സ്, ഒരു മൃദു ഹിന്ദുത്വം അല്ല, ഒരു മൃദു ഹിന്ദു പൊളിറ്റിക്സ് അറിയാം. അത് പ്രണബ് കുമാർ മുഖർജിക്ക് നന്നായിട്ട് അറിയാമെന്ന് ബാക്കി ആരെക്കാളും നന്നായിട്ട് മോദിജിക്ക് അറിയാം. അതുകൊണ്ടാണ് മോദിജി പ്രണബ് കുമാർ മുഖർജി ജീവിച്ചിരുന്ന കാലത്തോളം അദ്ദേഹത്തിന്റെ കാലി എന്ന് തൊടുകയും അദ്ദേഹത്തിന് ഐസ്ക്രീം എടുത്തു കൊടുക്കുകയും അദ്ദേഹത്തോട് ഏറ്റവും നല്ല ബന്ധം ബിജെപിയിലെ പലരും സ്ഥാപിച്ചത് ആ കോൺഗ്രസിലെ സോഫ്റ്റ് ഹിന്ദു സ്പേസ് ആണ് പ്രണബ് കുമാർ മുഖർജി, അല്ലെങ്കിൽ കോൺഗ്രസിലെ സോഫ്റ്റ് ഹിന്ദു ലീനിങ് സ്പേസ് ആണ് നമ്മുടെ നരസിംഹറാവു അടക്കമുള്ളവർ. അപ്പൊ ആ സ്പേസിനെ വേക്കന്റ് ആയിട്ട് ആണ് കോൺഗ്രസ് ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ സോണിയ മാഡത്തിന്റെ നയപരമായി എടുത്ത തെറ്റുകളിലൊന്നും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായ പരാജയമാണെങ്കിലും എക്കണോമിസ്റ്റ് എന്ന രീതിയിൽ വലിയ വിജയം തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. നേരത്തെ ശ്രീ ലാൽ സൂചിപ്പിച്ച പോലെ ബരാക് ഒബാമയടക്കം ലോക നേതാക്കൾ മൻമോഹൻ സിംഗ് സംസാരിക്കുമ്പോൾ വളരെ ആദരവോടെ ശ്രദ്ധിക്കുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൻമോഹൻ സിംഗ് എന്ന എക്കണോമിസ്റ്റ് വേറെ, മൻമോഹൻ സിംഗ് എന്ന പൊളിറ്റീഷ്യൻ വേറെ. മൻമോഹൻ സിംഗ് എന്ന എക്കണോമിസ്റ്റിന് പൂർണ്ണമായും വലിയ മാർക്ക് നൽകുമ്പോഴും മൻമോഹൻ സിംഗ് എന്ന പൊളിറ്റീഷ്യൻ, ഒരു പൊളിറ്റിക്കൽ ലീഡർ, അത് എന്നും ഒരു ചോദ്യം ചെയ്യൽ ചരിത്രത്തിൽ ഉണ്ടാകും. ഒരുപക്ഷെ വിൽ ബി മോർ കൈൻഡർ. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൻമോഹൻ സിംഗിന്റെ നയങ്ങൾ കൊണ്ട് നിർമ്മിച്ച മിഡിൽ ക്ലാസ് തന്നെയാണ് 2014 അഗ്രസീവായി ശ്രീ മൻമോഹൻ സിംഗിനെതിരെ വോട്ട് ചെയ്യുകയും നരേന്ദ്രമോദിയുടെ വിജയത്തിന് കാരണമായത്. അത് അദ്ദേഹത്തിലെ രാഷ്ട്രതന്ത്രജ്ഞന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ നൈപുണ്യത്തിന്റെയോ അല്ലെങ്കിൽ വൈഭവത്തിന്റെയോ ബാലൻസിംഗിന്റെയോ കുറവാണ്. അപ്പോ എക്കണോമിസ്റ്റ് വേറെ, പൊളിറ്റീഷ്യൻ വേറെ. എക്കണോമിസ്റ്റ് എന്ന രീതിയിൽ തീർച്ചയായും അദ്ദേഹം മഹാനാണ്. പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ കുറെ കൂടെ മെയ്വഴക്കവും രാഷ്ട്രതന്ത്രജ്ഞതയും അദ്ദേഹത്തിന് കാണിക്കാവുന്നതായിരിക്കും ചരിത്രം അദ്ദേഹത്തെ വിലയിരുത്തുക. ശരി, ഞാൻ മടങ്ങി വരാം. ലിസ് മാത്യു, ഇവിടെ രാഹുൽ പറഞ്ഞു വെച്ച ആ വലതുപക്ഷം, അല്ല ആ മധ്യവർഗം അവസാനം മൻമോഹനെതിരെ തിരിഞ്ഞു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന ആ മൂവ്മെന്റ് യഥാർത്ഥത്തിൽ ആ മധ്യവർഗത്തിന്റെ ആസ്പിരേഷൻ തന്നെയായിരുന്നു, അതല്ല അങ്ങനെ ഒരു ആസ്പിരേഷൻ ഉണ്ടാക്കിയെടുത്തതാണ്? അതൊരു മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഒന്നിനു പുറകെ ഒന്നായി വന്ന അഴിമതി ആരോപണങ്ങളും അതിന് മെറിറ്റിലേക്കല്ല ഞാൻ പോകുന്നത്. അഴിമതി ആരോപണങ്ങൾ ഒന്നല്ല രണ്ടല്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കീവേഡ് എന്ന് പറയുന്നത് പോളിസി പാരാലിസിസ് എന്നാണ്. സ്വാഭാവികമായിട്ടും ഓപ്പോസിഷൻ പാർട്ടി അതിനകത്ത് വളരെ നല്ല വലിയ റോള് വഹിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള ആ ഒരു മൂവ്മെന്റും ഇപ്പോൾ പലതും ഈ പവർ കോറിഡോഴ്സിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നത് ആരാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്, ആരാണ് അതിനെ. തീർച്ചയായിട്ടും ഒരു നല്ല വലിയ സപ്പോർട്ട് ഇല്ലാതെ അത്തരം ഒരു മൂവ്മെന്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത്. അതുകൊണ്ട് ആരുമില്ലാതെ തന്നെ ഒരു സ്വയംഭൂമായി ഉണ്ടായതാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിന് പറ്റിയ ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ മുൻനിർത്തിയാണ് രണ്ടാമത് ലെഫ്റ്റ് പിൻവലിച്ചതിന് ശേഷം രണ്ടാമത് UPA 2 ഇലക്ഷൻ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നു നീങ്ങിയത്. അന്ന് വളരെ കൃത്യമായി സോണിയാഗാന്ധി, ഞാൻ ഓർക്കുന്നുണ്ട്, സോണിയാഗാന്ധി മാനിഫെസ്റ്റോ റിലീസ് സമയത്ത് മാനിഫെസ്റ്റോയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന അവര് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയുമുള്ള പിക്ചറിനകത്ത് സോണിയാഗാന്ധിയുടെ മുഖം മറച്ചു വെച്ചിട്ട് മാധ്യമങ്ങളെ കാണിക്കുന്നത്, അത് വളരെ കൃത്യമായി അവര് മെസ്സേജ് കൊടുത്തിരുന്നു. മൻമോഹൻ സിംഗ് ആയിരിക്കും ഈ സർക്കാർ ലീഡ് ചെയ്യുന്നത്. ആ ഇതിലാണ് കോൺഗ്രസിന്റെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു പെർഫോമൻസ് അന്നുണ്ടായത്. 207 സീറ്റ് കിട്ടി അന്ന് കോൺഗ്രസ് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അതുകൊണ്ട് മൻമോഹൻ സിംഗ്
ഒരു തരത്തിലും ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു നേതാവായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പോളിസികളെല്ലാം കണ്ട് അദ്ദേഹത്തിന്റെ ഇന്ത്യ US ന്യൂക്ലിയർ ഡീല് അതും കഴിഞ്ഞിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന് പോയപ്പോഴാണ് 207 സീറ്റ് കിട്ടി. ഉത്തർപ്രദേശിലൊക്കെ വളരെ നല്ല വിജയം കിട്ടി. കോൺഗ്രസ് അത് കുറെ നാളായിട്ട് 70s കഴിഞ്ഞിട്ട് ആദ്യമായി എന്ന പോലെ കോൺഗ്രസിന് അത്രയും നമ്പർ കിട്ടി അവർ തിരിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവ് ജനങ്ങൾ അക്സെപ്റ്റ് ലിസ്, അക്കാലത്ത് അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവ് ഹരീഷ് ഖരെ ഇന്ന് എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം ഓർക്കുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ രൂപം കൊണ്ടത്, എങ്ങനെയാണ് അന്ന ഹസാരെ ഡൽഹിയിൽ എത്തിയതെന്നല്ല. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ആരും സഹായിക്കാതെയാണ് ഇത് സ്വയംഭൂവായിട്ട് ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിനു പുറകായി ഒന്നുള്ള അദ്ദേഹം ഈ പല കറപ്ഷൻ ഇതിലും അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾക്കറിയാം ലെഫ്റ്റ് പാർട്ടികൾ നേതാക്കന്മാർ പറയും അവര് തന്നെ ഇപ്പൊ 2G അടക്കം കോൾ അലൊക്കേഷൻ അടക്കമുള്ള ഇതിലേക്കുള്ള ഇറഗുലാരിറ്റീസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലെഫ്റ്റ് പാർട്ടിക്കാരും അതായത് സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരും അതിനുശേഷം ഒപ്പോസിഷനും പല എഴുത്തുകളും എഴുതിയിട്ട് പലതിനും മറുപടി വന്നു. പക്ഷെ ഒരു സ്റ്റെപ്പ് എടുത്തതായിട്ട് നമ്മൾ കണ്ടില്ല. അങ്ങനെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ. സ്വാഭാവികമായിട്ടും ഒപ്പോസിഷൻ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒപ്പോസിഷൻ പാർട്ടി പ്രതിപക്ഷ പാർട്ടികൾ അങ്ങനെയുള്ള ഒരു മൂവ്മെന്റിനെ ഉണ്ടാക്കാനും അതിനെ പിന്തുണയ്ക്കാനും ശ്രമിക്കും. അതിന് കിട്ടിയ ഒരു വലിയ പിന്തുണ എന്ന് പറയുന്നത് ഇപ്പോൾ സൂചിപ്പിച്ച ഈ ആസ്പിരേഷൻ തന്നെയാണ്. അതായത് ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ഇപ്പോൾ പൊളിറ്റിക്സിനെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്ന ഒരു ഘടകം അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും അണ്ടർലൈൻഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആസ്പിരേഷൻ ആണ്. ചില കാര്യങ്ങളിൽ കറപ്ഷൻ പോലും വിഷയമല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ആസ്പിരേഷൻ ഉള്ളതുകൊണ്ട്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 2004 അതിനുശേഷം 2009 അതുപോലെ ഒരു വിജയം നേടാൻ പറ്റിയത്? അദ്ദേഹം ഇവിടുത്തെ ആൾക്കാരുടെ ഈ ആസ്പിരേഷനെ ശരിക്കും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ക്യാഷ് ഇൻ ചെയ്യാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ അതൊരു പൊട്ടൻഷ്യൽ സ്ട്രെങ്ത് ആയിട്ട് കണ്ട് അതിനെയാണ് അദ്ദേഹം ഫീഡ് ചെയ്തതും അദ്ദേഹം അതിനെയാണ് ക്യാഷ് ഇൻ ഓൺ ചെയ്യാനും ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലുള്ള അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ സിംഗിന്റെ പരാജയവും പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടായിരുന്ന അവർക്ക് അന്നത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ പൾസ് അറിഞ്ഞുകൊണ്ട് അവർ നടത്തിയ തീർച്ചയായിട്ടും അത്തരം ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കപ്പെട്ടതിന് തന്നെ കാരണമുണ്ട്. ഏതൊരു ഓപ്പോസിഷൻ പാർട്ടിയും എഫക്റ്റീവ് ആയിട്ടുള്ള ഏതൊരു പ്രതിപക്ഷവും തീർച്ചയായിട്ടും ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് BJP അല്ലെങ്കിൽ BJPയുടെ കൂടെ ലീനിയന്റ് ആയിട്ടുള്ള സംഘടനകളും ഇതും ചെയ്തത്. അവരുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും അവസാനത്തെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ അധികാരത്തിൽ വരാനായിട്ട് അവരെ എടുക്കുന്ന സ്റ്റെപ്പുകളായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അതിനെ ഈ ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷെ ഇത് ഇപ്പോൾ അതുപോലെ ഒരു നടപടി അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിനെ ആരും സ്റ്റോപ്പ് ചെയ്തില്ലല്ലോ. അത് ഇപ്പോൾ ഈ 2019 കഴിഞ്ഞ് 2024 തെരഞ്ഞെടുപ്പിന് മുമ്പും 5 വർഷം ഉണ്ടായിരുന്നവർക്ക് അത്തരം ഒരു മൂവ്മെന്റ് വേണേ ആകാമായിരുന്നു. എന്തുകൊണ്ട് അവർ പരാജയപ്പെട്ടു? അപ്പോൾ ഒരു എഫക്റ്റീവ് പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ എഫിഷ്യന്റ് പാർട്ടി എന്നുള്ള നിലയിൽ BJP അതിനെ സപ്പോർട്ട് ചെയ്തു. അതിനകത്ത് BJP നേതാക്കന്മാരോട് അരുൺ ജെയ്റ്റ്ലി പോലെയുള്ള നേതാക്കന്മാരുടെ റോള് ഈ ഡൽഹിയിൽ എല്ലാവർക്കും തലസ്ഥാന നഗരിയിൽ വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വേറൊരു പാർട്ടി അതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഈ ഭരിക്കുന്ന പാർട്ടിയുടെ പരാജയം ഭരണത്തിൽ ഇരിക്കുന്നവരുടെ പരാജയമായി അതിനെ കാണാൻ പറ്റുകയുള്ളൂ. ഡോക്ടർ സിംഗിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇതായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള സഞ്ജയ് ബാരുവിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഡോക്ടർ സിംഗിനെ കോട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഇത് അങ്ങനെയാണ്. ഞാൻ ഒരു പിൻസീറ്റ് എടുക്കുകയാണ്. എനിക്ക് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, നമ്മളുടെ സോണിയാഗാന്ധിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു നേതൃത്വത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്
അദ്ദേഹം എപ്പോഴും അതിൽ അദ്ദേഹം ഒരിക്കലും ഒരു ഹെസിറ്റന്റ് ആയിട്ടില്ല. ഹി നെവർ ഹെസിറ്റേറ്റഡ് ടു അക്സെപ്റ്റ് ദാറ്റ്. അദ്ദേഹത്തിന്റെ ബാരു അദ്ദേഹത്തെ കോട്ട് ചെയ്ത് പറയുന്ന ഇതാണ്: യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഐ ഹാവ് കം ടു ടേംസ് വിത്ത് ദിസ്. There cannot be two centers of power. That creates confusion. I have to accept that the party president is the center of power. The government is answerable to the party. ഡോക്ടർ സിംഗ് അതിനെ നല്ലവണ്ണം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുമില്ല. അദ്ദേഹം അതിനായിട്ട് അത് സോണിയാഗാന്ധിക്കും പാർട്ടിക്കും വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഡോക്ടർ സിംഗിന്റെ മറ്റു കാര്യങ്ങളിൽ അഡ്മിനിസ്ട്രേഷൻ, ഇപ്പൊ വെൽഫെയർ സ്കീംസ് ആണ് നമുക്കറിയാം. ഇന്ത്യയിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് വെൽഫെയർ സ്കീമാണ് NREGA. ആ NREGA നടപ്പിലാക്കിയത് ഡോക്ടർ സിംഗിന്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെറും ഇക്കണോമിക് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയെ മാത്രമല്ല കണ്ടത്. അതിന്റെ രണ്ട് ഭാഗങ്ങളും, ഒരു വശത്തുകൂടി ഒരു റൈറ്റ് വിങ് എന്ന പോലെയുള്ള ഒരു ഇക്കണോമിക് പ്രോഗ്രസ്സും മറ്റു വശത്തുകൂടി ഒരു സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഒരു ആൾക്കാരുടെ പ്രശ്നങ്ങളെ കണ്ട്, അത് തീർച്ചയായിട്ടും ലെഫ്റ്റ് പാർട്ടികളുടെ അന്നത്തെ ഇൻഫ്ലുവൻസ് അതിന് കാരണമായെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതേ ലെഫ്റ്റ് പാർട്ടിയെ തന്നെ തള്ളിക്കളയാനും അദ്ദേഹം മടിച്ചില്ല. അദ്ദേഹത്തിന്റെ ഉദ്ദേശിച്ച പദ്ധതികൾ അല്ലെങ്കിൽ ഉദ്ദേശിച്ച പ്രോഗ്രാംസ് നടപ്പിലാക്കാനും, അതാണ് ഡോക്ടർ സിംഗിന്റെ പ്രത്യേകത. പിന്നെ ഒരു തരത്തിലുള്ള ഒരു വിജയമായിട്ടുള്ള ഒരാള് രാഷ്ട്രീയമായി അദ്ദേഹം പരാജയപ്പെട്ടു, അത് അദ്ദേഹം തന്നെ അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. അതിനകത്ത് നമുക്ക് അദ്ദേഹം പരാജയമാണെന്ന് പറയാനും പറ്റില്ല. ശരി, ശ്രീ ലാൽകുമാർ, ലാൽകുമാർ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു വന്നത് ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യക്ക് ഗുണം ചെയ്തു എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ക്രോണി ക്യാപിറ്റലിസ്റ്റ്, ചങ്ങാത്ത മുതലാളിത്തത്തെ പ്രത്യേകമായി പരാമർശിച്ചിരുന്നു. ഈ ഹരീഷ് ഖേറെ ഇന്ന് എഴുതിയൊരു ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം, ഈ സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ അവർ പ്രധാനമന്ത്രിയോട് നേരിട്ട് ഒരു പരാതി പറയുകയാണ്, മാവോയിസ്റ്റുകൾ വലിയ ശല്യമാണ് ഞങ്ങളുടെ ഇൻഡസ്ട്രിക്ക് എന്ന്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി, ഈ സിസ്റ്റം അവരോട് നീതി കാണിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടാകില്ല എന്ന മറുപടിയാണ്. ഞെട്ടിപ്പോയി ആ വ്യവസായികളെന്നാണ് പറയുന്നത് ആ മറുപടി കേട്ടിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ, സോഷ്യോ പൊളിറ്റിക്കലായ കാര്യങ്ങളിൽ ഈ പറയുന്ന ക്രോണികളെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആളുകൾ, അവരെ പിണക്കാനും അദ്ദേഹം മടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇന്ത്യ അഗെയിൻസ്റ്റ് മൂവ്മെൻറ്റിനെ ഇതേ കോർപ്പറേറ്റുകൾ സഹായിച്ചപ്പോൾ അവരെ ആൻസറബിൾ ആക്കുന്ന എന്തെങ്കിലും സർക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് ഹരീഷ് ഖാരെ ചോദിച്ചപ്പോൾ അത്തരം വഴികൾ എൻ്റേതല്ല എന്ന് തുറന്നു പറഞ്ഞ ഒരാളാണ് മൻമോഹൻ സിംഗ് എന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട്. അങ്ങനെയും വായിക്കപ്പെടേണ്ടേ മൻമോഹൻ സിംഗിനെ? നിശ്ചയമായും. നോക്കൂ അജിംസ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ 10 വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കണം. നമ്മൾ എന്തിനാ അത് ക്രെഡിറ്റ് കൊടുക്കാതിരിക്കുന്നു? ക്രെഡിറ്റ് കൊടുക്കണം. ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പം താങ്കൾ പറഞ്ഞ ആ സെന്റൻസ് ഞാൻ എടുത്ത് നോക്കുമായിരുന്നു. ഈ പറയുന്ന മാവോയിസ്റ്റുകൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളില്ലേ, അല്ലെങ്കിൽ ഉണ്ടാകാമല്ലോ എന്നൊരു പ്രധാനമന്ത്രി പറയുന്നു. അത് ഇപ്പോ പറയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവിടെയാണ് ആ കമ്പാരിസൺ ഞാൻ നടത്തുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം അങ്ങനെ പറയാൻ പറ്റുമെന്ന്. ഇങ്ങനൊരു ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ പറയുമോ? ഞാൻ അത്ഭുതപ്പെടുന്നു. മാവോയിസ്റ്റുകളെ അടിച്ചമർത്തേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അവരുടെ പ്രശ്നങ്ങളെയല്ലേ യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ആസ് എ നേഷൻ സ്റ്റേറ്റ് നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും വലിയ ചോദ്യമാണ്. അതവിടെ നിൽക്കട്ടെ, അതൊരു സെപ്പറേറ്റ് ഡിബേറ്റ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാളാണ് മൻമോഹൻ സിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ല. ജനങ്ങൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല, അതിനകത്തൊരു സംശയം പോലും വരാൻ പാടില്ല. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകാം, പക്ഷെ അദ്ദേഹം ജനങ്ങളുമായി പീപ്പിൾ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പീപ്പിൾ സെൻട്രിക് മാൻ ആയിരുന്നു അദ്ദേഹം എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ആ യാഥാർത്ഥ്യത്തെ എങ്ങനെ കോൺഗ്രസിന് ബാലൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ വലിയൊരു ചോദ്യം. 99 കരൺ താപ്പറുമായിട്ട് നടന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വിശദമായി മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, രാഷ്ട്രീയക്കാരനായിരിക്കുക പഠിച്ച കാര്യങ്ങൾ എക്കണോമിക്സിൽ ആപ്ലിക്കബിൾ അല്ല. എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന എക്കണോമിക്സ് പഠിച്ചേ മതിയാകൂ. സ്കൂളിലും കോളേജിലും പഠിച്ച രാഷ്ട്രീയക്കാർ എക്കണോമിക്സിൽ അവരുടെ ആ ഒരു വിസ്ഡം അപ്ലൈ ചെയ്താൽ മാത്രം പോരാ എന്ന ഉറച്ച അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന്. ഇന്നത്തെ പ്രശ്നം എന്നറിയോ,
ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലം മാത്രം കോൺഗ്രസ് നിന്നാ പോരല്ലോ. കോൺഗ്രസ് മൻമോഹൻ സിംഗിനും നരസിംഹറാവുവിനും അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞിട്ടും നിൽക്കണമല്ലോ. അവിടെ സാമ്പത്തിക ശാസ്ത്രം മാത്രം പറഞ്ഞാൽ ജനങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അതാ ജനങ്ങളെ എങ്ങനെ നമ്മളിലേക്ക് അടുപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൂടെ നോക്കാതെ സാമ്പത്തിക ശാസ്ത്രം ലോജിക്കാണ്, മറ്റേത് ലോജിക് അല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ഈ പറയുന്ന 10-15 വർഷമായിട്ട് നമ്മൾ ഇപ്പുറത്ത് ഇരുന്ന് ഷാബു പ്രസാദിന്റെ പാർട്ടി ചെയ്യുന്നത് മോശമാണ്, തെറ്റാണ് നമ്മൾ ഇപ്പുറത്തിരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അവിടുത്തെ പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. നോക്കൂ, അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഡോക്ടർ സിംഗിനെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വെക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നു, UPA 1 തീരുമാനിക്കുന്നു. ആ UPA 1 തീരുമാനിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അന്ന് തൊട്ടേ ഉള്ള വിമർശനമാണ്, അദ്ദേഹത്തിന് ഒരു ജനകീയ നേതാവല്ല. ജനകീയ നേതാവല്ലാത്ത ഒരാൾ പ്രധാനമന്ത്രിയാകുമ്പം ആ പാർട്ടി ചെയ്യേണ്ടത് എന്താണ്? മറ്റ് ജനകീയ മുഖങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതൊരു ജോലിയാണ് ആ പാർട്ടിയുടെ. കാര്യം ഈ പറയുന്ന അദ്ദേഹം കൊണ്ടുവന്ന സ്കീംസ്, പോളിസീസ്, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു പാർട്ടി പൊളിറ്റിക്സിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നയം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന് ലെഫ്റ്റിന്റെ സപ്പോർട്ടോടുകൂടി വരുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ ആ പാർട്ടിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റണം. അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടു പോയി. അത് മാത്രമല്ല, ഡോക്ടർ സിംഗിന് ശേഷം യഥാർത്ഥത്തിൽ ആ ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ നിന്ന് രാഹുൽ ഗാന്ധി വീണ്ടും തുടങ്ങേണ്ട വന്നു എന്നുള്ളതാണ്. 10 വർഷത്തെ സിംഗിന്റെ കാലയളവ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ നേതാവായി രാഹുൽ ഗാന്ധിക്ക് മാറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ താങ്കൾ പറഞ്ഞ വിമർശനത്തിന്, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോയിന്റിന് കാര്യമുണ്ട്. പക്ഷേ ഡോക്ടർ സിംഗ് അധികാരത്തിൽ നിന്ന് പോയ ശേഷവും 5-8 വർഷങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഒരു മെച്യൂർഡ് ലീഡറായി മാറുന്നതെന്നുള്ളതാണ്. അവിടെ കോൺഗ്രസിനകത്ത് ഉള്ളിൽ വന്ന ഒരു വലിയ വാക്വമാണ്. ഞാൻ പറയുന്നതിന്റെ സതുദ്ദേശം മനസ്സിലാക്കി ജനങ്ങൾ എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇപ്പുറത്തേക്കുന്ന ലെഫ്റ്റ് നിൽക്കുന്ന ഒരാൾ വിമർശിക്കുക, അവരെങ്ങനെ പറയത്തുള്ളൂ എന്നുള്ള തീരുമാനം എടുത്താൽ പിന്നെ എനിക്കൊന്നും കേൾക്കുന്ന ആൾക്കാരോട് പിന്നെ ഒന്നും പറയാനില്ല. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്, ഈ പറയുന്ന ഡോക്ടർ സിംഗിന്റെ കാലം കഴിഞ്ഞിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് വളരെ അധികമാണ്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ ഡോക്ടർ സിംഗിന്റെ ഒരു പ്രശ്നം എന്നു വെച്ചാൽ, ഡോക്ടർ സിംഗ് ഇതൊക്കെ ചെയ്യുമ്പോഴും നോക്കൂ, ചിദംബരം അരുൺ ജെയ്റ്റ്ലിയും കൂടെ ചേർന്ന് പങ്കെടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. അത് കരൺ താപ്പറും രാജ്ദീപ് സർദേശായും ഒരുമിച്ചിരുന്ന് അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഭാഗമാണ്. രാജ്ദീപ് സർദേശായിയുടെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് അരുൺ ജെയ്റ്റ്ലി ഉള്ള കാലത്താണ്. അന്ന് അരുൺ ജെയ്റ്റ്ലി ഫൈനാൻസ് മിനിസ്റ്ററാണ്. അതിനകത്ത് ചിദംബരം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ചിദംബരം പറയുന്നുണ്ട്, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിന് വിട്ടുകൊടുക്കാതെ 2G സ്പെക്ട്രം നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്ന് ചിദംബരം അദ്ദേഹത്തോട് പറയുന്നതാണ്. അദ്ദേഹം പേഴ്സണലി ഹി മെയ്ഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഡോക്ടർ സിംഗ് അത് കേട്ടില്ല. ഡോക്ടർ സിംഗ് വെയിറ്റഡ് ഫോർ ദ സുപ്രീം കോർട്ട് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നിന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ഡാമേജിങ് ആയിപ്പോയി എന്ന് ചിദംബരം അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന രീതി, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലുള്ള എക്കണോമിക്സ് അറിയാവുന്ന വെച്ചാൽ ചിദംബരം ഹാർവർഡിൽ നിന്ന് MBA ചെയ്ത ആളാണ്. അപ്പൊ അങ്ങനെ ചെയ്ത ഒരാള് അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്യുകയും യഥാർത്ഥത്തിൽ അദ്ദേഹം കേൾക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പല ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു പോകാനൊന്നും കഴിഞ്ഞില്ല. എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ, ഡോക്ടർ സിംഗ് എന്ന ആളുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക് ചേഞ്ചസ് യഥാർത്ഥത്തിൽ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ചേഞ്ചസ് പോലും ഉണ്ടാക്കും. ഇപ്പൊ നോക്കൂ, ഇപ്പം ഞാൻ ആ ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ഒരു തുടക്കത്തെ കുറിച്ച് ഞാൻ വിമർശനാത്മകമായി പറഞ്ഞെങ്കിൽ പോലും അന്ന് ക്രോണി ക്യാപിറ്റലിസം എന്ന് വിളിച്ച അതേ കാര്യത്തെയാണോ നമ്മൾ ഇന്ന് ക്രോണി ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്? ഇന്ന് ചിലപ്പോൾ അന്നത്തേനെ ചിലപ്പോൾ സോഷ്യലിസം എന്ന് വിളിക്കേണ്ടി വരും. അത്രയും ക്രോണിയായി വീണ്ടും പ്രോഫിറ്റ് മാക്സിമൈസേഷന് ഈ കോർപ്പറേറ്റ് യൂണിറ്റുകൾക്ക് ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജോലിയായി സർക്കാരിന്റെ മാറി എന്നുള്ളതാണ്. ഹെവിലി ആയിട്ട് ആൾക്കാരെ ടാക്സ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമായി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പം ലിബറലൈസേഷൻ എന്ന് പറയുന്ന ആസ്പെക്ടിന് ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ക്രിറ്റിസിസംസ് ആസ് വെൽ. നമ്മള് ഈ പണ്ട് ഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ unnoticed consequence of that action should also be taken by me. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കണം. കാര്യം ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു കോൺസിക്വൻസ് ചിലപ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ടാവും. ആ കോൺസിക്വൻസും എന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ നിന്ന് ഡോക്ടർ സിംഗിന് ഒഴിയാൻ പറ്റില്ല. പക്ഷെ ഡോക്ടർ സിംഗ് ആസ് എ പേഴ്സൺ, ആസ് എൻ എക്കണോമിസ്റ്റ്, he has done wonders for India. അതിനകത്ത് ഇല്ലെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒറ്റ വിമർശനം കൂടി ഞാൻ ഉന്നയിക്കാം, രാഹുൽ ഈശ്വറിനെതിരാണ്. രാഹുൽ ഈശ്വറിനെതിരാണെന്നൊന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ എന്തായാലും പറയാം. നോക്കൂ, ഈ പറയുന്ന അന്തരീക്ഷം, മീഡിയ വൺ എന്നെ വിളിക്കുന്നതും രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നതും
സാബുജിയെ വിളിക്കുന്നു, എല്ലാം നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഡോക്ടർ സിംഗിന്റെ ഒരു ഇതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മോഡി ഗവൺമെന്റിനെ നോക്കൂ, ഈ മീഡിയ വണ്ണിനെ തന്നെ പൂട്ടിച്ച ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നുള്ള ഒരു വിമർശനവും കൂടെ രാഹുൽ ഈശ്വർ ഉന്നയിക്കുമായിരുന്നു. ഞാൻ ഇവിടെ ലാൽകുമാർ ഉന്നയിക്കുന്ന ഒരു പോയിന്റിൽ ഈ തുടർച്ചയാണല്ലോ, ഒരു പരിഷ്കാരത്തിന്റെ തുടർച്ചയാണ് പിന്നീട് വന്ന സർക്കാരുകൾ നടത്തിയതെന്ന് പറയുന്നു. പക്ഷേ 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി NDTV കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞങ്ങൾ 90കളിൽ തുടങ്ങി വെച്ച പരിഷ്കാരത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ തന്നെ അത് കണ്ടെത്തി തിരുത്തുകയാണ് 1ഉം 2ഉം UPA സർക്കാരുകൾ ചെയ്തത്. ആ തിരുത്തിയതിൽ തന്നെ പാളിച്ചകളുണ്ട്, ഞങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പാളിച്ചകളൊക്കെ അതേപടി പിന്തുടരുകയാണ് പിന്നീട് മോദി സർക്കാർ ചെയ്തെന്നുള്ള വിമർശനമുണ്ട്. അപ്പോൾ പരിഷ്കാരം, കണ്ണടച്ചുള്ള പരിഷ്കാരം, അത് എത്രമാത്രം രാജ്യത്തിന് ഗുണകരമാണ്? ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് കഴിഞ്ഞ റൗണ്ടിലേക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഇവിടെ ഇപ്പോൾ പൊതുവേ താങ്കളും ലാൽകുമാറും എല്ലാം സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലിരിക്കുന്നത് എന്തോ ഒരു ഡ്രാക്കോണിയൻ സർക്കാരാണ്. ഇലക്ഷനിൽ ജയിച്ചു വന്നെങ്കിലും ജനഹിതത്തെ മാനിക്കാത്തവരാണ്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു നറേറ്റീവ് ഇവിടെ പറയുകയുണ്ടായി. ഞാൻ വളരെ സൗമ്യമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 2001 നരേന്ദ്രമോദി തന്നെയാണല്ലോ ഉദ്ദേശിച്ചത്. 2001 ഗുജറാത്ത് മുഖ്യമന്ത്രി ആയപ്പോൾ മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക മാത്രം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഇത്രയും കാലം തുടർച്ചയായി ജനാധിപത്യപരമായി സർക്കാരിനെ ഒരു ഭരണത്തലവനായി ഇരുന്ന ഒരു വ്യക്തി ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇല്ല. ഇത്രയും കാലം മാധ്യമങ്ങളുടെയും പബ്ലിക്കിൻ്റെയും എല്ലാം ഓഡിറ്റിനും വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും ആക്രമണങ്ങൾക്കും വിധേയമായിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി. ഇതാണ്, ദിസ് ഈസ് എ ടൈം ടെസ്റ്റഡ് ഫാക്ട്. അങ്ങനെ ഒരാൾ ജനാധിപത്യ വിരുദ്ധനാണ് എന്ന് പറയുന്നതിൻ്റെ അകത്തെ കഥയില്ലായ്മ എന്താണെന്ന് ചരിത്രം കാലം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇനി മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ അവരുടെ ഇതിൻ്റെ അകത്ത് പാളിച്ചകളുണ്ടായിരുന്നു എന്നവർ പറയുന്നു, അവർ തിരുത്തുന്നു. അതെന്തോ ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി പറയുന്നു, അവർക്ക് തോന്നുന്നു അവർ പറഞ്ഞോട്ടെ. പക്ഷേ പരിഷ്കാരം എന്ന് പറയുന്നത് ആവശ്യമാണ്. ഈ ലോകത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ വാതായനങ്ങൾ തുറന്നിട്ട് കാറ്റും വെളിച്ചവും ഇവിടേക്ക് വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നല്ലതും ചീത്തയും എല്ലാം ഇവിടേക്ക് വരും. അതിനെ കാലാകാലങ്ങളിൽ വിലയിരുത്തി രാജ്യത്തിന് ഗുണമായത്, ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ സ്വീകരിക്കുകയും അല്ലാത്തത് തള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം, ഒരു ഭരണം ചെയ്യേണ്ട കാര്യം. അത് മൻമോഹൻ സിംഗും ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ BJPയും ചെയ്യുന്നുണ്ട്, നരേന്ദ്രമോദിയും ചെയ്യുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ, ശരി തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തേണ്ടത് ഇനി വരും കാലമാണ്. ആ വരും കാലം അത് തെളിയിക്കട്ടെ. എന്തായാലും പൂർണ്ണമായ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഇപ്പോഴത്തെ സർക്കാർ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും അതിൻ്റെ അത് 100% ശരിയായി ആണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, ഞാൻ പറയുകയില്ല. തീർച്ചയായിട്ടും അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അത് കാലാകാലങ്ങളിൽ തിരുത്തണം. അതൊക്കെ തന്നെയാണല്ലോ, ഇതൊന്നും യന്ത്രങ്ങളല്ലല്ലോ ഈ ഭരിക്കുന്നത്. രാഹുൽ, അവസാനം സമയം കുറവാണ്. രാഹുൽ ഈശ്വർ, ഈ പരിഷ്കാരങ്ങൾ, ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ വലതുപക്ഷത്തെ ശക്തിപ്പെടുത്തി എന്നൊരു നിരീക്ഷണത്തെ എങ്ങനെ കാണുന്നു? സത്യമാണ്, അത് അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശ്രീ ആകാർ പട്ടേലൊക്കെ അത് വളരെയധികം എഴുതുന്നുണ്ട്. ഗുജറാത്തിൽ ഈ ആസ്ഥ ചാനലിന്റെ പോപ്പുലാരിറ്റി വെച്ച് നരേന്ദ്രമോദിയുടെ വലിയൊരു ക്രിട്ടിക്കാണ് അദ്ദേഹം പറയുന്ന പല ക്രിറ്റിസിസവും ഹൈപ്പർബോളാണ്, ശരിയല്ല. എന്നിരുന്നാൽ പോലും അത് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മളെല്ലാം, എനിക്ക് തോന്നുന്നു ഇന്ന് BJPയും കോൺഗ്രസും ലെഫ്റ്റും എല്ലാം എഗ്രി ചെയ്യുന്ന ഒരു പൊസിഷൻ, ഒരു സെറ്റിൽഡ് പൊസിഷൻ. നമുക്ക് ക്രോണി ക്യാപിറ്റലിസം അല്ല, ഒരു കാലിബ്രേറ്റഡ് ക്യാപിറ്റലിസം ആണ് വേണ്ടത്. കാലിബ്രേറ്റഡ് ഗ്ലോബലൈസേഷൻ, അതായത് ഓരോ സ്റ്റെപ്പിലും ആക്യുറസിയോടുകൂടി ബാലൻസ് ചെയ്ത് ക്യാപിറ്റലിസത്തിന്റെ ഗുണങ്ങളും എന്നാൽ വെൽഫെയർ എക്കണോമിക്സിന്റെയോ അല്ലെങ്കിൽ ഒരു വിശാല ഗാന്ധിയൻ സോഷ്യലിസ്റ്റിന്റെയോ അത് അനുവദിക്കുന്ന എല്ലാ ഫ്രീഡത്തോടു കൂടിയുള്ള ഒരു കാലിബ്രേറ്റഡ് LPG അപ്രോച്ചാണ് ഇന്ന് എല്ലാവരും ചെയ്യുന്നത്. ഇന്ത്യയിലെ റൈറ്റ് ലീനിങ് എക്കണോമിക്സിനെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. പണ്ട് ശ്രീ രാജഗോപാലാചാരി, ഇന്ത്യയിലെ സ്വതന്ത്ര പാർട്ടി, ആദ്യത്തെ വലതുപക്ഷ പാർട്ടി, എനിക്ക് തോന്നുന്നത് 60 സീറ്റോ 70 സീറ്റോ ജയിച്ചിട്ടുണ്ട്. അന്നു മുതലേ അവർ അഡ്വക്കേറ്റ് ചെയ്തതാണ് ഒരു റൈറ്റ് ലീനിങ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് റൈറ്റ്, അതോടൊപ്പം ഒരു റൈറ്റ് ലീനിങ് എക്കണോമിക് അപ്രോച്ചും. അപ്പൊ അത് ഇന്ത്യയിൽ വീണ്ടും കൊണ്ടുവരാൻ കാരണം മൻമോഹൻ സിംഗും അതിനുശേഷം വന്ന നമ്മുടെ വാജ്പേയി സർക്കാരും അതിനുശേഷം ഇപ്പോൾ ഉള്ള മോദി സർക്കാരുമാണ്. അപ്പൊ ഒരു കാലിബ്രേറ്റഡ് അപ്രോച്ച് വേണം. കാര്യം നമ്മളൊരു 140 കോടി ജനങ്ങളുണ്ട്, മിഡിൽ ക്ലാസ് മാത്രം പോരാ. ഇന്ന് അമേരിക്കയുടെ ടോട്ടൽ ജനസംഖ്യയേക്കാൾ വലിയ മിഡിൽ ക്ലാസ് ഇന്ത്യക്കുണ്ട്. അപ്പൊ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. ആ മാർക്കറ്റിന്റെ ഗുണങ്ങൾ കാലിബ്രേറ്റ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുന്ന വെൽഫെയർ പോളിസീസും കൂടെ വേണം. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് റിഫോംസ് വിത്ത് എ
ഹ്യൂമൻ ഫേസ് ആണ്. പിന്നീട് ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പല ആൾക്കാരും പറയും അജിത് ഡോവലിന്റെ പിന്നിലുള്ള വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷനാണ് അണ്ണാ ഹസാരെ കൊണ്ടുവന്നതെന്നൊക്കെ. അങ്ങനൊന്നുമല്ല. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വന്നിരുന്നു. അണ്ണാ ഹസാരെ അടക്കമുള്ള ഒരു ഗാന്ധിയൻ രീതിയിൽ ഒരാൾ ഉയർന്നു വന്നപ്പോ എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്തു. വേണ്ട രീതിയിൽ കറപ്ഷനെ അവർ ഡിഫെൻഡ് ചെയ്തില്ല. ഒരുപാട് പരാജയങ്ങളും മറ്റും ഉണ്ടായി. ബാബ രാംദേവിനെ സ്വീകരിക്കാൻ പ്രണബ് മുഖർജിയെ എയർപോർട്ടിൽ വരെ വിടുന്ന അവസ്ഥയുണ്ടായി, പ്രണബ് മുഖർജിയെ പോലൊരു മുതിർന്ന നേതാവിനെ. അപ്പൊ ആവശ്യമില്ലാത്ത രീതിയിൽ കോൺഗ്രസിന് അവസാനകാലത്ത് ഒരുപാട് പിഴവും പറ്റി. അപ്പം ഇന്ത്യയിലെ റൈറ്റും ലെഫ്റ്റും എന്നുകൊണ്ട് റൈറ്റിന് കുറെ കൂടെ സ്പേസ് നൽകിയതും ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നേരത്തെ ബ്രാഹ്മണ ശാപമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടില്ല. കോൺഗ്രസിന് രാഷ്ട്രീയമായി പറ്റിയത് ബ്രാഹ്മണ ശാപമാണോ എന്നറിയില്ല, പക്ഷെ ബ്രാഹ്മണരെ കൂടെ നിർത്താത്തതിന്റെ ശാപമാണ്. അല്ലെങ്കിൽ ബ്രാഹ്മണരെയും സവർണ ഹിന്ദുക്കളെയും കോൺഗ്രസിൽ നിന്ന് വിട്ടകന്ന് മറ്റ് BJP അടക്കമുള്ള പാർട്ടികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഇല്ലാതാക്കിയത്. OBC ആണ് ഏറ്റവും വലിയ വോട്ട് ബ്ലോക്ക് എങ്കിലും സവർണ ഹിന്ദു സമൂഹമാണ് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിലെ ഏറ്റവും സ്ട്രോങ് ആയ വിഭാഗം. അവർക്കുണ്ടാകുന്ന ഈ വോയിസ്, അവരാണ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, മാഹോൽ എന്ന് ഹിന്ദിയിൽ പറയുന്ന ക്രിയേറ്റ് ചെയ്യുന്നത്. അവരെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ല. ഈ എക്കണോമിക് പ്രോസ്പെറിറ്റിയോടുകൂടി സാമ്പത്തികമായ റൈറ്റ് പോകുന്നതിനോടൊപ്പം സാംസ്കാരികമായും സാമുദായികമായും ഈ മിഡിൽ ക്ലാസ് റൈറ്റ് ലീനിങ്ങിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം. അതാണ് BJPയുടെ കോർ വോട്ട് ബാങ്ക്. അത് കാരണമാണ് BJP കണ്ടിന്യൂസ്ലി വിജയിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ ഹീറോ ആയി മോദിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാഷ്ട്രീയപരമായ. ശരി, എന്തൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ഇന്നത്തെ ഇന്ത്യയെ മാറ്റി തീർത്ത ആൾ എന്ന് മൻമോഹൻ സിംഗിനെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. വളരെ നന്ദി ശ്രീ രാഹുൽ, ഷാവു പ്രസാദ്, ലാൽകുമാർ, ലിസ് മാത്യു ഇത്രയും സംസാരിച്ചത്.